ദൈവം ആയ യഹോവേ, നീ വിശുദ്ധൻ, നീ പരിശുദ്ധൻ, നിർമ്മലൻ. സ്വർഗം ഭൂമി നിൻ മഹത്വം തിങ്ങും. താതസുതാത്മാ ഭാഗ്യത്രിത്വമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ നീ യഹോവഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ ഉറവയായിരിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന വിദ്യാർത്ഥി ഞായർ ദിനത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കുഞ്ഞുങ്ങളെ അവിടുന്ന് ദാനമായി നൽകുകയും തലമുറകളെ സൃഷ്ടിക്കുകയും തലമുറകളിലൂടെ ദൈവം അവിടുന്ന് കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന മുഖാന്തരങ്ങൾക്കായി നന്ദി. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുവാനും അവിടുത്തെ ജ്ഞാനം പ്രിയ മക്കൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യുവാനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്കായി മുഖാന്തരങ്ങൾക്കായി നന്ദിയോടുകൂടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഒരു വിദ്യാർത്ഥി ഞായറുകൂടെ ഞങ്ങൾക്ക് ആചരിപ്പാനും അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാനും അവിടുത്തെ ഉയരത്തിലെ ജ്ഞാനം പ്രാപിപ്പാനും ദൈവാശ്രയത്തോടുകൂടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്കായി നന്ദി. പൂർണ്ണമായ ദൈവാശ്രയത്തോടും സമർപ്പണത്തോടും ഞങ്ങൾ അങ്ങേ ആരാധിക്കുവാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. ദൈവകൃപ പകരും. അങ്ങേ ആത്മാവിലും സത്യത്തിലും ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യാചിക്കുന്നു. ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെയും അങ്ങയുടെ കൃപയും സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധന പാട്ട് പുസ്തകത്തിലെ 124 ഗീതം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തീയ ആരാധന പാട്ട് പുസ്തകത്തിലെ 124 ഗീതം. ുണ്ടാകും ആനന്ദവാദത്തമേ, വേണ്ടിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ, ആശീഷം ചെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ, ആശീഷമാരിയുണ്ടാകും വീണ്ടും നൽകുണർവുണ്ടാ, പള്ളങ്ങളിൽ പേരും കേൾവന്മഴയിൻ സ്വരം, ആശീഷമാരിയുണ്ടാകും
ചെയ്യണമേ. കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനക്രമം സ്തുതിലിതാനികൾ 3-ാം പുറം 1-ാം ഭാഗം. ആരാധനക്രമം സ്തുതിലിതാനികൾ 3-ാം പുറം 1-ാം ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി, അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകല ജഡവും അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. യഹോവയുടെ വാതിലിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവൻ. യഹോവ നല്ലവനല്ലോ, അവിടുത്തെ എന്നേക്കുമുള്ളത്, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കിലെ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ച് അവിടുന്ന് ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവിടുത്തോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പാനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ജ്ഞാനവും അങ്ങേക്ക് പ്രസാദകരമായി മാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. അല്പസമയം മൗനമായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ പൂർണ്ണമായ സമർപ്പണത്തോടുകൂടെ, പൂർണ്ണമായ സമ്മതത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാമോ? നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്ന നല്ല കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പൂർണ്ണമായ സമർപ്പണത്തോടും വിനയത്തോടും നമ്മുടെ കുറവുകളെ ഏറ്റുപറയാമോ? പാപത്തിൽ ജീവിക്കുന്നവനേ, പാപത്തിൽ ജീവിക്കുന്നവനേ, നിന്റെ പേർക്കല്ലയോ തൂകുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂകുന്നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമല്ല, തള്ളുക നിന്റെ പാപമല്ല, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ, കള്ളമേതും നിനക്കേണ്ട അനുതാപ ഹൃദയത്തോടുകൂടെ ആരാധനക്രമം 9-ാം പുറത്തിൽ കാണുന്ന അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 9-ാം പുറം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴിയിൽ നിന്ന് തിരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെയും വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചുരാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല.
എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിച്ച് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപഹൃദയത്തോടെ അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചനനിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ മൊത്തത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ താവായ യേശു ക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാന യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. നാം പാപം സമ്മതിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ള കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കത്തുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. നൽകിയിരിക്കുന്ന വിശ്വാസത്തോടുകൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിനായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാവിധമാകുന്ന നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത്, അവിടുത്തെ ദിവ്യമാകുന്ന കരുതലിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിലും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിലും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ആരാധനക്രമം 14 പുറത്തിൽ കാണുന്ന പൊതുവായ സ്തോത്ര പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 14 പുറം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ ദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ മനാവിനെയും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും
എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാമു ലോകത്തെ വീണ്ടെടുത്തവർ വിളിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടി മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും അങ്ങേ സേവിക്കേണ്ടതിനും ഞങ്ങൾ ഏൽപ്പിച്ച നാടുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അതിർകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കണ്ണുകളെയും കുറച്ച് ഞങ്ങൾക്ക് ബോധം തരണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്ത്യ ആരാധന പാട്ട് വസ്തുത്തിലെ 454 ഗീതം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തീയ ആരാധന പാട്ട് വസ്തുത്തിലെ 454 ഗീതം.
സങ്കീർത്തനം 119 33 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ പ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 119 33 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാണേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായമാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയിൽ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നയെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ, ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു, നിന്റെ നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കും പ്രാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള തിരുവചന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിപ്പിൻ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്: പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവുമായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ടാ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവനെന്ന പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നതുമില്ല. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു. ഈ വായിച്ചു കേട്ട തിരുവചന വേദഭാഗങ്ങളുടെ കർത്താവെന്ന് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം വൃത്തിൽ കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ പാതുരി ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിൽ കഷ്ടപ്പെട്ട കുരിശിൽ തറക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുടെയും മരിച്ചവനെ വിധിപ്പാൻ വിടുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസ്കൃതത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വിദ്യാർത്ഥി ഞായറായി ഞങ്ങളിന്ന് തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തിയിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ദൈവം അവിടുന്ന് നൽകുന്ന ജ്ഞാനത്തെ പ്രാപിക്കാനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ, ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ കർത്താവേ, ഞങ്ങൾ ഏറ്റവും വിനയത്തോടുകൂടെ ഞങ്ങൾ അവിടത്തോടടുക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഒരു പ്രതികൂലത്തിൻ്റെ സാഹചര്യം നിറഞ്ഞിരിക്കുമ്പോൾ, ഒരു ഭീകരമായൊരു അന്തരീക്ഷത്തിൻ്റെ മധ്യമായിരിക്കുമ്പോൾ, നിമിഷം നേരം കൊണ്ട് അനേകം വ്യക്തി ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ കർത്താവ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന അസുലഭ നിമിഷത്തിനായി, അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിനായി നന്ദിയോടുകൂടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാനും അവിടെ നൽകിയിരിക്കുന്ന നന്മകളെ ഓർത്ത നന്ദി കരേറ്റുവാനും ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുവാനും
ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധ കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് പരിപാലിക്കണമേ. നമ്മുടെ തലമുറകളെ ദൈവമോടൊന്ന് ഏറ്റെടുക്കണമേ. ഇനിയുള്ള നാളുകളിൽ ആമേൻ കർത്താവേ, ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടക്കുവാൻ ഞങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നപ്പ. എല്ലാ കുരുന്നുകൾക്കായി ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്നു. കർത്താവേ, അവിടുന്ന് കൈക്കൊള്ളണമേ. പൂർണ്ണമായി സമർപ്പിച്ച് നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പൈതങ്ങളാം ഞങ്ങളെന്നു വാഴ്ത്തുന്നു ശ്രീയേശുവേ, മോദമോടെ ഞങ്ങളെ അനുഗ്രഹിക്ക യേശുവേ, മോദമോടെ ഞങ്ങളെ അനുഗ്രഹിക്ക യേശുവേ. സന്തോഷം കൊണ്ട് വീണനാദത്തോടിനാ ചേലോടു നൽഗീതം പാടി വാഴ്ത്തും നിന്നെ ദൈവമേ. ചേലോടു നൽഗീതം പാടി വാഴ്ത്തും നിന്നെ ദൈവമേ. പൈതങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗസ്ഥപിതാവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടുകൂടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നപ്പാ. ഒരു വിദ്യാർത്ഥി ഞായറായി ഞങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കാനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നപ്പാ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവമായ കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. പുതിയ വഴികളെ, വാതിലുകളെ ദൈവം തുറക്കണമേ. സകല സാധ്യതകളും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ വിനയപ്പെടുമ്പോൾ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ആശ്രയം വയ്ക്കുവാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല. പൂർണ്ണമായ ദൈവാശ്രയത്തോടുകൂടെ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ പ്രാർത്ഥനകൾ കേൾക്കുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്ന് സാക്ഷ്യം വഹിപ്പാൻ തക്കവേണം. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളോട് കനിയണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനേകം വിഷയങ്ങളുണ്ട്, അനേകം പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും സാഹചര്യത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിതങ്ങൾ ആമേൻ കർത്താവേ ക്രമീകരിച്ചിരിക്കുമ്പോൾ പരിശുദ്ധ കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ആലയത്തിനായി പ്രാർത്ഥിക്കുന്നു. ആലയത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ വിനയോളം അവിടുന്ന് വാനിച്ച് അനുഗ്രഹിച്ചുവല്ലോ, നന്ദിയോടെ വാഴ്ത്തുന്നു. തുടർന്നും അവിടുന്ന് ബലപ്പെടുത്തണമേ, അവിടുന്ന് ശക്തീകരിക്കണമേ. നേരിടുന്നതായ എല്ലാവിധമാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ കർത്താവ് അവിടുന്ന് അകറ്റി സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ആമേൻ കർത്താവേ, ഞങ്ങളെല്ലാവരും ആമേൻ കർത്താവേ തിരുസന്നിധിയിൽ കൂടി വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്തിലെല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിശേഷാൽ ഭാരത്തോടും വേദനയോടും നിരാശയോടുമായിരിക്കുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. മുഖാന്തരങ്ങൾ ഒരുക്കണമേ. കരുണയുള്ള കർത്താവേ, ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരിടുന്നതായ എല്ലാവിധമാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ പരിശുദ്ധ കർത്താവ് അവിടുന്ന് ജീവിതങ്ങൾ അവിടുന്ന് കരുതി അവിടുന്ന് പരിപാലിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ,
അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുമ്പോൾ പരിശുദ്ധ കർത്താവ് അവിടുന്ന് വഴിനടത്തി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും അനേകം വ്യക്തി ജീവിതങ്ങൾ കർത്താവ് നിരാശയുടെ മധ്യ രോഗത്തിൻ്റെ മധ്യ ആയിരിക്കുമ്പോൾ പരിശുദ്ധ കർത്താവെ അവിടുന്ന് ജീവിതങ്ങളോട് ഇടപെടണമേ. എല്ലാവിധമാകുന്ന രോഗാവസ്ഥകളെ കർത്താവ് അവിടുന്ന് പൂർണ്ണമായി അവിടുന്ന് അകറ്റി ആരോഗ്യത്തോടുകൂടെ സൗഖ്യത്തോടുകൂടെ ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് പരിപാലിക്കണമേ എന്ന് യാചിക്കുന്നപ്പ പരിശുദ്ധ കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി തിരുസന്നിധിയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗത്തോടെ ആയിരിക്കുമ്പോൾ, നിരാശയുടെ മതി ആയിരിക്കുമ്പോൾ പരിശുദ്ധ കർത്താവിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. രോഗങ്ങൾ അവിടെ നീക്കണമേ, അവിടുത്തെ ആശ്വാസം പകരണമേ. ജീവിതങ്ങൾ അവിടെ ഏറ്റെടുത്ത് അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഡിസ്ട്രിക്റ്റിനായി മഹാഡവിക്കായി എല്ലാ പ്രവർത്തനങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ അർപ്പിപ്പാൻ ദൈവം നൽകിയിരിക്കുന്ന മുഖാന്തരങ്ങൾക്കായി നന്ദി കർത്താവേ. അധികമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെപ്പാനും ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയുടെ മറവിൽ സൂക്ഷിക്കണമേ. അവയൊന്ന് മോഡറേറ്റ് തിരുമേനിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. ദൈവീക നന്മകളോ അനുഗ്രഹത്താലും പരിശുദ്ധ കർത്താവെ അവിടുന്ന് വഴി നിർത്തി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓഫീസ് ഭാര്യേഴ്സിനായും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ അർപ്പിപ്പാൻ ദൈവം നൽകിയിരിക്കുന്ന കൃപകൾക്കായി ജ്ഞാനത്തിനായും നന്ദിയോടെ വാഴ്ത്തുന്നു. തുടർന്നും അവിടുത്തെ ജ്ഞാനത്താൽ ബലപ്പെടുത്തുകയും അവിടുന്ന് പരിജ്ഞാനത്താൽ വഴി നടത്തുകയും ചെയ്യണമേ എന്ന് യാചിക്കുന്നു. ബോർഡ് ഫോർ മിഷൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാ മിഷൻ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണം. എല്ലാ ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ. ലോകമെമ്പാടും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷണറി വീരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തണമേ, അവിടുന്ന് ശക്തീകരിക്കണമേ. ജീവിതത്തിൽ കർത്താവ് ബലത്തോടും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ അർപ്പിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമാകുന്ന പ്രതിസന്ധികൾ നേരിടുന്ന, പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്ന ഈ കാലയളവിൽ ദൈവകൃപ അവിടുന്ന് പകരണമേ. കാലുകൾ പറതാതെ കർത്താവ് ഇടറാതെ കർത്താവെ ബലത്തോടെ കർത്താവ് എങ്ങോട്ട് സാക്ഷിയായി എഴുന്നേൽപ്പാൻ നിലകൊള്ളുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവീക നന്മകളാൽ അനുഗ്രഹത്താലും കർത്താവ് അവിടുന്ന് വഴി നിർത്തി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമൊക്കെയും കർത്താവ് നിരാശയുടെ മധ്യമായിരിക്കുമ്പോൾ ദൈവത്തെ സാക്ഷിക്കുവാൻ, ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമാകുന്ന രോഗാവസ്ഥകളെ, വൈറസിൻ്റെ ബാധയെ കർത്താവ് പൂർണ്ണമായി അവിടുന്ന് നീക്കി ദൈവീക നന്മകളാൽ അനുഗ്രഹത്താലും കർത്താവ് അവിടുന്ന് പരിപാലിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തണമേ. ഞങ്ങൾ ഒരിക്കൽ കൂടെ മറ്റുമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ശബ്ദം ശ്രവിക്കുന്ന മാധ്യമങ്ങളിലൂടെ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടെ ജീവിതാവശ്യങ്ങളെ, ഭാരങ്ങളെ കർത്താവ് ഇറക്കി വെച്ച ആശ്വാസത്തോടുകൂടെ കർത്താവ് ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. ഞങ്ങളുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമായി കർത്താവെ അനുഗ്രഹിക്കണമേ, അവിടുന്ന് പരിപാലിക്കണമേ. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം തലമുറകളുടെ ദൈവിക സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുമായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. ദൈവകൃപ അവിടുന്ന് പകരും. ശേഷി സമയം കർത്താവ് കൂടെ ഇരിക്കും. എല്ലാ മാനവും മഹത്വം, എല്ലാ പുകഴ്ചയും അങ്ങേതായിരിക്കട്ടെ. യേശു ക്രിസ്തു മുഖാന്തരങ്ങളെ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥനയോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളെ കരക്കാട് ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ കടകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷക്കെടുത്ത ദുഷ്ടങ്ങളിൽ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ജനശ്രവണത്തിനായി നമുക്കെല്ലാവർക്കും ക്രിസ്തീയ ആരാധന പാട്ടുപുസ്തകത്തിൽ 510 ഗീതം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തീയ ആരാധന പാട്ടുപുസ്തകത്തിലെ 510 ഗീതം. പോകുന്നു കുരിശിന്റെ പാതയിൽ, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൻ ചാരി ഞാൻ. പോകുന്നു കുരിശിന്റെ പാതയിൽ.
വിശ്വാസത്താലയാ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൻ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ എന്നെ നേടിയ സന്തോഷമോട്ടതാ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനേ എന്നെ നേടിയ സന്തോഷമോട്ടതാ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനേ ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൻ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ ബാലശിക്ഷ നൽകുമെൻ അപ്പനെങ്കിലും ചേലെഴുത്തൻ സ്നേഹം കുറഞ്ഞു പോയിടാ ബാലശിക്ഷ നൽകുമെൻ അപ്പനെങ്കിലും ചേലെഴുത്തൻ സ്നേഹം കുറഞ്ഞു പോയിടാ നന്മയെ നൽകരം നൽകുമെൻ ഈശനിൽ എൻ മനം വിശ്രമം നേടിടും നൽകയെ നൽകരം നൽകുമെൻ ഈശനിൽ എൻ മനം വിശ്രമം നേടിടും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൻ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൻ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരു വിശുദ്ധ ദിനം കൂടെ തിരുസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് സ്റ്റുഡൻസ് സൺഡേ ആയിട്ട് നാം ആചരിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്നു വിസ്ഡം ഫ്രം എബോ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. മനുഷ്യത്വത്തെ വികസിപ്പിക്കുന്ന നല്ല കർത്താവേ, അവിടുത്തെ ജ്ഞാനത്തിലൂടെ ഞങ്ങളെ വഴിനടത്തുകയും പരിപാലിക്കുകയും ഞങ്ങളെ നേർവഴിയിൽ നടത്തുകയും ചെയ്യുന്ന കൃപകൾക്കായി നന്ദി. അവിടുന്ന് ദാനമായി നൽകിയിരിക്കുന്ന തലമുറകൾക്കായി പ്രാർത്ഥിക്കുവാനും അവരെക്കുറിച്ച് ചിന്തിക്കുവാനും നേർവഴിയിൽ നടത്തുവാനും ജ്ഞാനത്തോടും വിവേകത്തോടും ഈ ഭൂമിയിൽ ജീവിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനും ദൈവം നൽകുന്ന ആഹ്വാനങ്ങൾക്കായി നന്ദി. ഇന്ന് ഞങ്ങളുടെ തലമുറകളെ ഓർത്ത ഞങ്ങൾ പൂർണ്ണമായി ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുന്നു. ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് പ്രിയമക്കൾ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തട്ടെ. ദൈവകൃപ അവിടുന്ന് പകരും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. വിസ്ഡം ഫ്രം എബോ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർത്തവ്യം എന്നത്, കടമ എന്നത് അറിവ് സമ്പാദിക്കുക എന്നതാണ്. എഡ്യൂക്കേഷനിലൂടെ നോളജ് ആർജിച്ചെടുക്കുമ്പോൾ ശരിയായ രീതിയിൽ അത് പ്രതിഫലിപ്പിക്കുവാൻ, പ്രകടമാക്കുവാൻ, അല്ലെങ്കിൽ സാഹചര്യത്തിനൊത്ത് പ്രവർത്തിക്കുവാനായിട്ട് ജ്ഞാനം ആവശ്യമാണ്. ഈ ജ്ഞാനം ഉയരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ജ്ഞാനം സ്വായത്തമാക്കുവാൻ, വാസ്തവത്തിൽ ശരി തെറ്റുകളെ വിവേചിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ
ഉയരത്തിലുള്ള ജ്ഞാനം കൂടിയേ തീരുകയുള്ളൂ. ഇത് ദൈവത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നു. സദൃശ്യവാക്യങ്ങൾ 1:7 ഇപ്രകാരം പറയുന്നു: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ഇവിടെ 2 വ്യത്യസ്ത ജീവിത ശൈലികളിലൂടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്ന ചിത്രീകരിച്ചിരിക്കുന്നവരെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ വ്യക്തി ജ്ഞാനിയുള്ള വ്യക്തി, ദൈവത്തെ അന്വേഷിച്ചും സ്നേഹിച്ചും ജീവിക്കുന്ന ജീവിത രീതി നയിക്കുന്ന ഒരു കൂട്ടരാണ് ജ്ഞാനികൾ എന്നറിയപ്പെടുന്നത്. ഭോഷന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തെ അവഗണിച്ചും തന്നിഷ്ടക്കാരനുമായി ജീവിക്കുന്ന ജീവിത ശൈലിയെ ഭോഷൻ എന്ന് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇതിൽ ഏത് ഗണത്തിൽ പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞ് വിധേയപ്പെടേണ്ട ഒരു ദിനമാണ് വിദ്യാർത്ഥി ഞായർ എന്നുള്ളത്. ഞാനിന്ന് 3 ജീവിത മനോഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ജീവിത മനോഭാവം സ്വാർത്ഥത മനോഭാവമാണ്. സ്വാർത്ഥത മനോഭാവം 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ ശലോമോൻ രാജാവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സുപരിചിതമായ ഒരു സംഭവത്തെ അവിടെ വിവരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. 2 സ്ത്രീകൾ ഒരേ ഭവനത്തിൽ താമസിക്കുകയാണ്. ഒരേ ആഴ്ചയിൽ 2 പേരും ഓരോ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ്. അതിൽ ഒരുത്തിയുടെ കുഞ്ഞ് മരണപ്പെടുകയാണ്. മരിച്ച കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞുങ്ങളെ മാറ്റി കിടത്തുന്നതായി നാം അവിടെ കാണുകയാണ്. ഇവിടെ ഒരു സ്വാർത്ഥത മനോഭാവത്തെ നമുക്ക് വെളിപ്പെടുത്തി നൽകുകയാണ്. തൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ സ്വാർത്ഥത മനോഭാവത്തോടുകൂടെ മറ്റവൻ്റെ അനുഗ്രഹത്തെ തട്ടിപ്പറിച്ചെടുക്കുന്ന ഒരു മനോഭാവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇതിൽ നമ്മുടെ ജീവിതങ്ങളും ഏത് രീതിയിലാണ്, ഏത് ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത് തിരിച്ചറിഞ്ഞ് നാം വിനയപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടെ കുഞ്ഞിനെ 2ആയി വിഭാജിക്കുവാനായിട്ട് പറയുകയാണ്. 2ആയി വിഭജിക്കുവാൻ പറയുമ്പോൾ അവിടെ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ ഇപ്രകാരം പറയുകയാണ്: അയ്യോ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അവർക്ക് കൊടുക്കുവാനായിട്ട് പറയുകയാണ്. വാസ്തവത്തിൽ യഥാർത്ഥ കുഞ്ഞിൻ്റെ അമ്മ ആരാണെന്ന് രാജാവിന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അതിലൂടെ തിരിച്ചറിയുവാനായിട്ട് കഴിയുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും നമുക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പലവിധമാകുന്ന കുറവുകളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് ഉള്ളതിനെ വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് അവിടെ നമ്മുടെ ജീവിതത്തിലെ സ്വാർത്ഥത, താല്പര്യങ്ങളെ വിട്ടുമാറി നിൽക്കുവാനായിട്ട് കഴിയുക. നമുക്കുള്ളതിനെ നമുക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാകുക. സ്വാർത്ഥത മനോഭാവത്തെ വിടിയുമ്പോഴാണ് ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കുവാനായിട്ട് കഴിയുക. സ്വാർത്ഥത മനോഭാവം വെടിഞ്ഞുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടൊരു ആഹ്വാനം നമുക്ക് ഇന്ന് നൽകപ്പെട്ടിരിക്കുകയാണ്. 2ാമത്തെ മനോഭാവത്തിലേക്ക് ഞാൻ കടക്കട്ടെ. അസൂയ മനോഭാവമാണ് ഇവിടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ അമ്മ ഇപ്രകാരം പറയുകയാണ്, ഒരു അസൂയ മനോഭാവത്തോടുകൂടെ പറയുകയാണ്: എനിക്കും വേണ്ട, നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറയുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ മനോഭാവങ്ങൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്താറില്ലേ എന്ന് നാം ചിന്തിക്കേണ്ട ഒരു ദിനമാണ്. എന്നാൽ അത് ഭോഷൻ്റെ പ്രവൃത്തിയാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ എത്ര തന്നെ അറിവ് സമ്പാദിച്ചാലും, എത്ര തന്നെ പണം സമ്പാദിച്ചാലും, നിനക്ക് എന്തുമാത്രം സുഖസൗകര്യങ്ങൾ ഉണ്ടെന്നാലും
അസൂയ മനോഭാവമുള്ളവരാണെങ്കിൽ എന്തൊക്കെ നേടിയാലും ജീവിതത്തിൽ അത് പരാജയം തന്നെയാണ്. അസൂയ മനോഭാവം വെടിഞ്ഞുകൊണ്ട് അവിടെ നേരായ മാർഗത്തിലൂടെ നമ്മുടെ ജീവിത മനോഭാവങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ടൊരു ആഹ്വാനം നമുക്ക് നൽകുകയാണ്. മൂന്നാമത്തെ മനോഭാവത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു ശരിയായ മനോഭാവം. ശരിയായ മനോഭാവത്തിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനൊരു ആഹ്വാനം നൽകുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 24 വരെയുള്ള തിരുവചനങ്ങൾ നാം പഠിക്കുമ്പോൾ 70 ശിഷ്യന്മാർ അവിടെ ദൗത്യ നിർവഹണത്തിന് ശേഷം വിജയകരമായി മടങ്ങിയെത്തുന്ന ഒരു സംഭവത്തെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ശിഷ്യന്മാരുടെ ശരിയായ മനോഭാവത്തിലൂടെയും സുവിശേഷ ദൗത്യവുമായി ദൈവരാജ്യ ആഗമന സന്ദേശവുമായി അവിടെ കടന്നുപോയതിനു ശേഷം വിജയകരമായി സന്തോഷത്തോടുകൂടെയുള്ള ഒരു മടങ്ങിച്ചേരലാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇവിടെ യേശു നൽകുന്ന ഒരു ആഹ്വാനമാണ്, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടതിനാൽ നിങ്ങൾ സന്തോഷിക്കുവൻ. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടതിനാൽ സന്തോഷിക്കുവാനായിട്ടുള്ള ആഹ്വാനം ഇവിടെ യേശു നൽകുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുവാനായിട്ട് നമ്മുടെ മനോഭാവങ്ങൾ ശരിയായ രീതിയിലൂടെ ഉള്ള മനോഭാവങ്ങളായിരിക്കണമെന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. സ്വാർത്ഥത വെടിഞ്ഞ്, അസൂയ മനോഭാവം വെടിഞ്ഞ് ശരിയായ മനോഭാവത്തിലൂടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനുള്ള ആഹ്വാനം നമുക്കിന്ന് നൽകുകയാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 25 നാം പഠിക്കുമ്പോൾ അവിടെ പൗലോസ് ഇപ്രകാരം ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. അവിടെ വാസ്തവത്തിൽ ദൈവം ലോകത്തിലെ ജ്ഞാനികളെക്കാൾ ഭോഷന്മാരെ തിരഞ്ഞെടുത്തതായി നമുക്ക് കാണാം. ക്രൂശാണ് അതിന് ഉത്തമമായ ഉദാഹരണം. റോമൻ സാമ്രാജ്യത്വത്തിൻ്റെ നിഷ്ഠൂരമായ കുറ്റകൃത്യത്തിനുള്ള ഭീകരമായ ശിക്ഷയാണ് ക്രൂശ് മരണമെന്നത്. മാനവ വിമോചനത്തിനായുള്ള മഹത്തായ ഒരു ചിഹ്നമായി മാറുകയാണ് ക്രൂശ് എന്നത്. ഇവിടെ നാം ദർശിക്കുന്നത് പാപത്തിൽ ആണ്ടുകിടക്കുന്ന ജനം, ദുർബലരായിട്ടുള്ള മനുഷ്യർ, ദരിദ്രരായിട്ടുള്ള മനുഷ്യർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ടിരിക്കുന്ന ജനങ്ങളെ അവിടെ ഒരു രൂപാന്തരപ്പെടുത്തുവാൻ, അവരുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് അവിടെ ഇന്ന് നമുക്ക് ആഹ്വാനം നൽകുകയാണ്. ഇന്നൊരു ജീവിത മനോഭാവത്തിൽ ഒരുപക്ഷെ സ്വാർത്ഥത നമ്മിലുണ്ടാകാം, അസൂയയുണ്ടാകാം. എന്നാൽ അതിന്നൊക്കെയും ഒരു വിമോചനം പ്രാപിച്ച ജ്ഞാനമുള്ളവരായി തീർക്കുവാനായിട്ട് ദൈവം ഇന്ന് ആഹ്വാനം നൽകുകയാണ്. തൻ്റെ പുത്രനിലൂടെ നമ്മെ വീണ്ടെടുക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയാണ്. ഈ നാളുകളിൽ ഇന്നത്തെ ദിവസം നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കുവാനായിട്ട് ശരിയായ മനോഭാവത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ ആ ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ജ്ഞാനികളായി ഈ ലോകത്തിൽ ജീവിച്ച് അവസാനം സ്വർഗത്തിൽ പേര് എഴുതുവാൻ തക്കവണ്ണം, എഴുതപ്പെട്ടതായി തീരുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ഓരോരുത്തരെയും വഴിനടത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവിന് ദൈവം നൽകിയതായ ജ്ഞാനം ഞങ്ങളുടെ ജീവിതത്തിലും ഇന്ന് പ്രാപിക്കുവാൻ നമ്മെ തന്നെ വിനയപ്പെടുത്താം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ ഉറവയായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മാനുഷികമാകുന്ന ജ്ഞാനത്തെയും വിവേകത്തെയും ശരിയെയും തെറ്റിനെയും വിവേചിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവം നൽകുന്ന മുഖാന്തരങ്ങൾക്കായി നന്ദി. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതായ നല്ല ചിന്തയിലൂടെ ഇന്ന് ഞങ്ങൾക്ക് ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവമോടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ സകലവിധ സ്വാർത്ഥത മനോഭാവങ്ങളെ വെടിഞ്ഞ്, അസൂയ മനോഭാവങ്ങളെ വെടിഞ്ഞ് ശരിയായ മനോഭാവത്തിലൂടെ
ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി ജ്ഞാനമുള്ളവരായി വിവേകമുള്ളവരായി ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ദൈവം ഇവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. വരും തലമുറ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമാകുന്ന തിന്മ ശക്തികളിൽ നിന്നും തിന്മ പ്രവൃത്തികളിൽ നിന്നും കർത്താവെ അവിടുന്ന് ബലം പ്രാപിച്ച നന്മയുള്ളവരായി ലോകത്തേക്ക് പുറപ്പെട്ടു പോകുവാനും ഈ ലോകത്തിലായിരിക്കാനും ദൈവം അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിനും സഭയ്ക്കും കുടുംബങ്ങൾക്കും പ്രയോജനമുള്ളവരായി ശോഭിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മുറ്റുമായി താഴ്ത്തി ഏൽപ്പിക്കട്ടെ, മുറ്റുമായി അനുഗ്രഹിക്കണം. ദൈവകൃപ അവിടുന്ന് പകരും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ആശീർവാദം വീഴാതെ വണ്ണം നിങ്ങൾ സൂക്ഷിച്ചതിൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവ്വകാലത്തിനും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമാകുന്ന ദിവ്യ സംസർഗവും കൂട്ടായ്മയും നാം എല്ലാവരോടും നീക്കും കലം സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ.